മസ്തകത്തിൽ പരിക്കേറ്റ കാട്ടാനയ്ക്ക് ചികിത്സ നൽകുന്നതിനുള്ള ദൗത്യത്തിന്റെ ആദ്യഘട്ടം പൂർണ്ണമായി. മയക്കുവെടിയേറ്റതിനു ശേഷം നിലത്ത് വീണ ആന പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം എഴുന്നേറ്റു. കാട്ടാനയുടെ ശരീരത്തിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തതിന് പിന്നാലെയാണ് മയങ്ങിക്കിടന്നിരുന്ന കൊമ്പൻ എഴുന്നേറ്റത്. തുടർന്ന് കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റിയ ശേഷം കോടനാട്ടിലേക്ക് കൊണ്ടുപോയി. കോടനാട്ടിൽ എത്തിച്ച ശേഷമായിരിക്കും തുടർ പരിശോധന നടക്കുക. മയക്കുവെടിയേറ്റ് വീണ കാട്ടാനയെ വെറ്റിനറി ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പരിശോധിച്ചിരുന്നു. നിലത്ത് വീണ സമയത്ത് ആനയ്ക്ക് പ്രാഥമിക ചികിത്സ നൽകുകയായിരുന്നു. ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ നൽകിയ ശേഷം മസ്തകത്തിലെ മുറിവിൽ ഡോക്ടർമാർ മരുന്ന് വെക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ആനയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം ആരംഭിച്ചത്. 6:40 ആനയെ ലൊക്കേറ്റ് ചെയ്തു. വെറ്റിലപ്പാറയിലെ 14-ാം ബ്ലോക്കിലായിരുന്നു ആന ഉണ്ടായിരുന്നത്. തുടർന്ന് അരുൺ സക്കറിയയും സംഘവും അവിടേക്ക് എത്തുകയായിരുന്നു. ആനയെ കോടനാട്ടേക്ക് കൊണ്ടുപോകുന്നതിനായി കുങ്കിയാനകളും അവിടെ എത്തിയിരുന്നു. 7:15 ആനയ്ക്ക് മയക്കുവെടി വെച്ചു. അല്പദൂരം നടന്നതിന് പിന്നാലെ ആന മയങ്ങി വീഴുകയായിരുന്നു. പരിക്കേറ്റ് അവശനിലയിലുള്ള ആന മയക്കുവെടിയേറ്റ് വീണത് ആശങ്ക ഉയർത്തിയെങ്കിലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ എഴുന്നേൽപ്പിക്കാൻ സാധിച്ചു. തുടർന്നാണ് കുങ്കിയാനകളുടെ സഹായത്തോടെ ആനയെ അനിമൽ ആംബുലൻസിലേക്ക് മാറ്റിയത്. ആന എഴുന്നേറ്റ ഉടൻ തന്നെ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനുള്ള നിർണായക ദൗത്യം പൂർത്തിയാക്കാനായി. ഈഴാറ്റുമുഖം ഗണപതി എന്ന മറ്റൊരു കൊമ്പനെ ചാരിയായിരുന്നു മയക്കുവെടിയേറ്റ ആന മുന്നോട്ട് പോയിരുന്നത്. വനംവകുപ്പ് ജീവനക്കാർ പടക്കം പൊട്ടിച്ചതോടെ ഗണപതി മസ്തകത്തിൽ പരിക്കേറ്റ കൊമ്പനെ തട്ടിയിട്ട ശേഷം മുന്നോട്ട് ഓടിപ്പോയി. ഇതോടെയാണ് ആന നിലത്ത് വീണത്. JCB ഉപയോഗിച്ച് വഴി തുറന്ന ശേഷമാണ് ആനയെ അനിമൽ ആംബുലൻസിലേക്ക് മാറ്റിയത്. കോന്നി സുരേന്ദ്രൻ, കുഞ്ചു, വിക്രം എന്നീ 3 കുങ്കിയാനകളുടെ സഹായത്തോടെയാണ് ആനയെ അനിമൽ ആംബുലൻസിലേക്ക് കയറ്റാനായത്. ഡോക്ടർ അരുൺ സക്കറിയ അടക്കമുള്ള 25-അംഗ സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ മാസമായിരുന്നു മസ്തകത്തിൽ പരിക്കേറ്റ നിലയിൽ ആനയെ വനത്തിനുള്ളിൽ കണ്ടെത്തിയത്. ആനയുടെ മസ്തകത്തിലേറ്റ മുറിവ് മറ്റാനകളുമായുള്ള സംഘർഷത്തിൽ പറ്റിയതാകാമെന്നാണ് നിഗമനം.